ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ STCയുടെ 15W408 IC യൂസ് ചെയ്തിട്ടുള്ളൊരു കാൽക്കുലേറ്ററാണ് അസംബിൾ ചെയ്യുന്നത്. ഇതിന് വളരെ കുറച്ച് കമ്പോണൻറ്റ്സ് മാത്രമേ ആവശ്യമുള്ളൂ. IC കൂടാതെ ഒരു 100 ohmsൻ്റെ റെസിസ്റ്റർ, ഒരു 106 സെറാമിക് കപ്പാസിറ്റർ, ഒരു ബസർ, പവർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നതിനാവശ്യമായ ഒരു കണക്ടർ, പിന്നീട് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് സ്വിച്ചസും നോബും, പിന്നെ 2032 ഒരു ലിഥിയം ബാറ്ററിയും ഈ സർക്യൂട്ടിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് അസംബിൾ ചെയ്ത് നോക്കാം. ഇതാണ് സർക്യൂട്ട് അസംബിൾ ചെയ്യുന്നതിന് ആവശ്യമായ PCB. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വളരെ കുറച്ച് കമ്പോണൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് അസംബിൾ ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. ഇതാണ് സർക്യൂട്ടിൽ നമ്പർ ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്ന LED ഡിജിറ്റ്സ്. ഇതുകൂടി ഈ സർക്യൂട്ടിലുണ്ട്, അത് പരിചയപ്പെടുത്താൻ മറന്നുപോയി. അപ്പോൾ സമയം കളയാതെ നമുക്ക് അസംബിൾ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മളുടെ കാൽക്കുലേറ്ററിൻ്റെ അസംബ്ലിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബോർഡെല്ലാം ക്ലീൻ ചെയ്തു, PCB എല്ലാം ക്ലീൻ ചെയ്തു, IC ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ IC ഇൻസേർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൻ്റെ ലെഗ് തിരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതനുസരിച്ച് തന്നെ കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ അങ്ങ് പറിച്ച് കളയാം. ബസറിൻ്റെ സ്റ്റിക്കറൊക്കെ പറിച്ച് കളഞ്ഞു. ഇനി 3 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ഇന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്ലസ് മുകളിലേക്ക്, മൈനസ് താഴേക്ക് വരത്തക്ക രീതിയിൽ ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ കാൽക്കുലേറ്റർ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. അപ്പോൾ 2 into 2 equal to 4. ഓക്കെ, കാൽക്കുലേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 100 into 100 equal to 10,000. ഓക്കെ, അപ്പോൾ ഈ കാൽക്കുലേറ്റർ കൃത്യമായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ കുറച്ച് നോബുകളും സ്റ്റിക്കർ കാര്യങ്ങളെല്ലാം ഉണ്ട്, ഒരു കവറൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം.
ഓക്കെ, ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ, ആൻസറൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കാൽക്കുലേറ്റർ കൃത്യമായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അസംബ്ലിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇത് പവർ സപ്ലൈ കൊടുത്താലാണിത് എപ്പോഴും ഓണായി കിടക്കുള്ളൂ. ഇത് ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഓഫായി പോകും. അപ്പോൾ കൂടുതലൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു USB കേബിൾ കണക്ട് ചെയ്തിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, മൾട്ടി പ്രസ്സായി പോകാതെ ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധിച്ച് തന്നെ സ്വിച്ച് പ്രസ് ചെയ്യണം. ഓക്കെ, ആൻസറെല്ലാം കൃത്യമായി തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇപ്പോൾ പുതിയൊരു പ്രൊഡക്റ്റുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.